ഒരു പാലം സ്വപ്നം കണ്ടു കഴിയുകയാണ് മലപ്പുറം കവളപ്പൊയ്ക ഇല്ലിക്കാട് നിവാസികൾ. നിരവധി പരാതികളും നിവേദനങ്ങളും നൽകി മടുത്ത പ്രദേശവാസികൾക്ക് അവസാനത്തെ പ്രതീക്ഷ ഇനി പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പദ്ധതിയാണ്. തദ്ദേശ ഭരണാധികാരികളും LDF സർക്കാരും പദ്ധതി അട്ടിമറിച്ചതാണ് നാട്ടുകാർക്ക് തിരിച്ചടിയായത്. പതിറ്റാണ്ടുകളായി ഇവർ കാത്തിരിക്കുന്നു. എന്നാൽ ഇപ്പോഴും ഒരു പാലമെന്ന സ്വപ്നം അകലെ. മലപ്പുറം നിലമ്പൂർ കവളപ്പൊയ്ക ഇല്ലിക്കാട് നിവാസികളാണ് ഒരു പാലത്തിനായി ഇപ്പോഴും കാത്തിരിക്കുന്നത്. നിരവധി തവണ പരാതികളും നിവേദനങ്ങളും നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പലതവണ ഇവിടെ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ പാലം മാത്രം അന്യം. ഒടുവിൽ നാട്ടുകാർ ഒരു താൽക്കാലിക പാലം കെട്ടി. ഒരു മഴ പെയ്താൽ അത് ഒലിച്ചു പോകും. ഈ തോടിനക്കരെ 400-ലേറെ കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇപ്പോൾ 5 കിലോമീറ്റർ ചുറ്റിയാണ് അവർ പ്രധാന നഗരത്തിലെത്തുന്നത്. എൻ്റെ ഫാദറിൻ്റെ കാലം മുതലേ പാലത്തിന് വേണ്ടി അതിനു മുമ്പും പാലത്തിൻ്റെ പരിശ്രമങ്ങളോട് നടക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ഇതുവരെ ആയിട്ടില്ല. സാധാരണ സ്ഥലത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് പാലത്തിൻ്റെ പദ്ധതികൾ വരാത്തത്. ഇവിടെ ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ തയ്യാറാണ്, എന്നിട്ട് പോലും പദ്ധതി വരുന്നില്ല. ഇവിടെ ഒരു 400 കുടുംബത്തിന് മേലെ താമസിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഈ സിറ്റിയിലോട്ട് പോകണമെങ്കിൽ ഈ മാർഗ്ഗമാണ് ഏറ്റവും എളുപ്പം. ഞങ്ങൾ ചുറ്റി പോകുന്ന 7 കിലോമീറ്റർ ചുറ്റിട്ടാണ്, 4-5 കിലോമീറ്റർ ചുറ്റിട്ടാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരുന്നത്. പ്രായമായ ആളുകൾക്കും വിദ്യാർത്ഥികൾക്കും അതിൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ആശുപത്രി കേസ്, സ്കൂൾ കേസ്, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും. PV അൻവർ 2 തവണ നിലമ്പൂരിൽ MLA ആയെങ്കിലും പാലം നിർമ്മാണത്തിന് ഒരിടപെടലും നടത്തിയില്ല. രാജിവെക്കുന്നതിന് തൊട്ടു മുൻപ് നിയമസഭയിൽ ഉന്നയിച്ചെങ്കിലും CPM മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഇടപെടലിൽ അടിയന്തരമായി ഇത് പരിഗണിക്കേണ്ടെന്ന് തീരുമാനിച്ചു. ഇതിൻ്റെ സാങ്കേതിക തടസ്സം എന്താണെന്ന് ഇതുവരെ ഞങ്ങൾ നാട്ടുകാർക്ക് മനസ്സിലായിട്ടില്ല. ഞങ്ങൾ അധികാരികളോട് ചോദിക്കുമ്പോൾ അവരോട് ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ല. ഇതിനേക്കാൾ പ്രാധാന്യം വളരെ കുറവുള്ള സ്ഥലങ്ങളിൽ പോലും പാലങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദേശത്തെ അവഗണിക്കുകയാണ്. ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 2 പഞ്ചായത്തുകൾ കൂടിച്ചേരുന്ന സ്ഥലമാണ്. അതുമാത്രമല്ല, ഇവിടെ ഈ പഞ്ചായത്തിൻ്റെ ഒരു ഭാഗമായ മരുതേക്കുള്ള ഏറ്റവും ബൈപ്പാസ് മുതൽ ഉപയോഗിക്കാവുന്ന, ഇടയ്ക്കര ടൗൺ ടച്ച് ചെയ്യാതെ മറ്റുള്ള വഴിക്കടവിലേക്ക് പോകാവുന്ന ഒരു റൂട്ടുള്ള സ്ഥലമാണിത്. ഇപ്പോൾ രാജിവെച്ച് പോയ MLAയുടെ വാഗ്ദാനമായിരുന്നു ഒരു പാലം എന്നുള്ളത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അദ്ദേഹം വാഗ്ദാനം നൽകിയിരുന്നു. അതിനു മുമ്പ് കൂടി വാഗ്ദാനം ഇതൊക്കെ തന്നെയായിരുന്നു. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ അവസാനത്തെ പ്രതീക്ഷ കൂടിയാണ് ഇത്. പരാതികളും നിവേദനങ്ങളും നിരവധി നൽകി. പക്ഷേ കണ്ണു തുറന്ന് കാണേണ്ടവർ കാണുന്നില്ല. ഒടുവിൽ നാട്ടുകാർ ഇടപെട്ടാണ് ഇവിടെ ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചത്. ഇതിന്റെ ആയുസ് ഒരു മഴക്കാലം വരെ മാത്രം. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.